നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റിനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര ധനവകുപ്പ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെയാണ് ഇത്തവണയും ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇതോടെ തുടർച്ചയായി 8 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന നേട്ടവും നിർമ്മല സ്വന്തമാക്കും. ഇതിനു മുമ്പ് ആരും ഈ നേട്ടം കൈവരിച്ചിട്ടില്ല. തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ പേരിലായിരുന്നു ഇതിനു മുമ്പുള്ള റെക്കോർഡ്. അതേസമയം ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്ന നേട്ടം മൊറാർജി ദേശായിയുടെ പേരിൽ തന്നെയാണ്. ആകെ 10 ബജറ്റുകളാണ് തന്റെ കാലയളവിൽ മൊറാർജി ദേശായി അവതരിപ്പിച്ചത്. എന്നാൽ ഫെബ്രുവരി 1 ശനിയാഴ്ച രാവിലെ 11 മണിക്കായിരിക്കും കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ട്. ഒന്നാം മോദി സർക്കാരിന്റെ ഇടക്കാലത്ത് നിർമ്മല സീതാരാമൻ പ്രതിരോധ മന്ത്രിയായിരുന്നു. 2019 ധനമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. അതിനുശേഷം ഇതുവരെ ധനവകുപ്പിന്റെ ചുമതല നിർമ്മല സീതാരാമനാണ് നിർവഹിക്കുന്നത്. 2019 ജൂലൈ 5 നിർമ്മല ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത്. ഇടത്തരക്കാരുടെ ആദായ നികുതി നിരക്കുകൾ കുറയ്ക്കണമെന്ന് വിവിധ വ്യവസായ സംഘടനകൾ നിർമ്മല സീതാരാമനോട് അഭ്യർത്ഥിച്ചതാണ് CII, ഫിക്കി പോലുള്ള സംഘടനകൾ വ്യക്തമാക്കിയത്. വ്യക്തിഗത ആദായ നികുതിയിൽ ഉണ്ടാകുന്ന മാറ്റം രാജ്യത്തെ ഇടത്തരം വരുമാനക്കാരുടെ കയ്യിലെ പണലഭ്യത ഉറപ്പാക്കും. ഉപഭോഗം വർദ്ധിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനും നികുതി ഇളവുകൾക്കാകുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ചെയർമാൻ സഞ്ജീവ് പുരി പറഞ്ഞിരുന്നു. ആദായ നികുതി ഇളവുകൾക്കൊപ്പം ഇന്ധനത്തിന്റെ എക്സൈസ് തീരുവ കുറയ്ക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. പെട്രോളിയത്തിന്റെ എക്സൈസ് തീരുവ കുറയ്ക്കണമെന്നാണ് CII ഉന്നയിച്ച ഒരു പ്രധാന ആവശ്യം. രണ്ടാം പാദത്തിൽ GDP വളർച്ച കുറഞ്ഞതിനാൽ ഉപഭോഗം വർദ്ധിപ്പിക്കാൻ സർക്കാർ കൂടുതൽ നടപടികൾ സ്വീകരിച്ചേക്കും. നികുതിദായകർക്ക് ഡിസ്പോസിബിൾ വരുമാനം വർദ്ധിപ്പിക്കാൻ നികുതി ഇളവുകളും സഹായകമാകും. ശമ്പളക്കാരായ വ്യക്തികളും ഇടത്തരം നികുതിദായകരും നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബജറ്റിൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദായ നികുതി ഈടാക്കുന്നതിനുള്ള വരുമാന പരിധി ഉയർത്തണമെന്നതാണ് ശ്രദ്ധേയമായ ഒരു നിർദ്ദേശം. വരുമാന ഇളവിനുള്ള പരിധി 7 ലക്ഷം രൂപയിൽ നിന്ന് 8 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആയി വർദ്ധിപ്പിക്കുക എന്ന നിർദ്ദേശവുമുണ്ട്. ശമ്പളമുള്ള വ്യക്തികളുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയായി ഉയർത്തുന്നതാണ് മറ്റൊരു നിർദ്ദേശം. വിദ്യാഭ്യാസ ചെലവുകൾക്കും മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്കും കിഴിവുകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പുതിയ നികുതി വ്യവസ്ഥയിലേക്ക് മാറാൻ കൂടുതൽ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇളവുകൾ പ്രഖ്യാപിക്കുമെന്നതാണ് മറ്റൊരു ആവശ്യം. പുതിയ നികുതി വ്യവസ്ഥകൾ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ പഴയ നികുതി ഘടനയുടെ പ്രാധാന്യം നിലനിർത്തണമെന്ന് മറ്റൊരു വിഭാഗവും പ്രതീക്ഷിക്കുന്നുണ്ട്. സെക്ഷൻ 80C പ്രകാരം കിഴിവുകളുടെ പരിധി 1.5 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണമെന്നതാണ് ഒരാവശ്യം. ഭവന വായ്പ പലിശ കിഴിവുകളുടെ പരിധി 2 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷമായി ഉയർത്തണമെന്ന നിർദ്ദേശങ്ങളുമുണ്ട്.